പതിവ് പോലെ മലയാളികളുടെ ഓണത്തെ കളറാക്കാൻ തമിഴ്നാട്ടിലെ പൂവിപണിയും സജീവമായി കഴിഞ്ഞു. ആവശ്യക്കാർ ഏറിയതോടെ മധ്യ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൂക്കളെത്തുന്ന തമിഴ്നാട് ശീലയംപെട്ടിയിൽ പൂക്കളുടെ വില കുത്തനെ ഉയർന്നു. തിരുവോണനാൾ അടുക്കുന്നതോടെ വില 2 ഇരട്ടിയിലധികം ഉയരാൻ സാധ്യതയുണ്ട്. 5-ാം തീയതിയാണ് തിരുവോണം. പൂവിളി പൂവിളി പൊന്നോണമായി എന്നാണല്ലോ. പക്ഷെ ആ പൂക്കള് വിളിക്കുന്നത് കേൾക്കണമെങ്കിൽ ഇങ്ങ് തമിഴ്നാട്ടിലേക്ക് വരണം. ഓണം ആയതോടുകൂടി പൂക്കളുടെയൊക്കെ വില കുതിച്ചു വരികയാണ്. എന്തായാലും ആ വിശേഷങ്ങളൊന്ന് കാണാം. സമൃദ്ധമായ പൂപ്പാടങ്ങളും സജീവമായ പൂവിപണിയും കൊണ്ട് പ്രസിദ്ധമായ ഗ്രാമമാണ് ശീലയംപെട്ടി. നിറഭേദങ്ങളുടെ മനം കവരുന്ന കാഴ്ച. ഓണം ആഘോഷമാക്കുന്നത് മലയാളികളാണെങ്കിലും അതിന്റെ വർണ്ണക്കാഴ്ചകൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. வியாபாரம் விநாயகர் சதுர்த்தி முடிஞ்சோடனே ஓணம் பண்டிகை நடக்கிறதுனால விலைவாசி எல்லாமே கூடுதல். வரத்து கம்மியாக இருக்குது. மழை இல்லாத காரணத்தினால விவசாயம் கம்மியாக வரனால പുലർച്ചെ മുതൽ മാർക്കറ്റിലേക്ക് കർഷകർ പൂക്കളെത്തിക്കും. മലയാളിക്ക് വേണ്ട റോസും ചെണ്ടുമല്ലിയും മുല്ലയും അരളിയും വാടാമുല്ലയും ഒക്കെ ഇക്കൂട്ടത്തിലുണ്ടാവും. സാധാരണയിൽ നിന്ന് പൂക്കൾക്ക് വില വർദ്ധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇനിയും ഉയരും. வியாபாரம் ஓணம் ஸ்பெஷல்னால இன்னும் கொஞ்சம் நல்லா ஸ்பெஷலாகவே தான் போய்கிட்டு இருக்கு. பெரிய பூ மொக்கபந்தி 100-120 சரிங்களா. இது ஓரஞ்சு 150லேருந்து 120 வரைக்கும் போய்கிட்டு இருக்கு. அது துளசி 50 ருபீஸ். കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ പൂവിന് ആവശ്യക്കാർ കൂടിയിട്ടുണ്ടെങ്കിലും അതിനൊത്ത കൃഷി ഇത്തവണ ശീലയംപെട്ടിയിലില്ല. എങ്കിലും ഓണം കളറാക്കാനുള്ള പൂക്കൾക്ക് ഇപ്പോൾ തന്നെ മലയാളികൾ ഓർഡർ നൽകി കഴിഞ്ഞു. ഓണനാളുകളിൽ മലയാളികളുടെ വീടിനകത്തളങ്ങൾ കളർഫുള്ളാക്കാൻ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഏക്കർ കണക്കിന് പാടത്താണ് പൂച്ചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. വിലയിച്ചിര കൂടിയാലും ഓണം കളർഫുള്ളാക്കാം. ശീലയംപെട്ടിയിൽ നിന്ന് സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.